KPCC പ്രസിഡന്റ് കെ സുധാകരന് ശശി തരൂരിന്റെ പിന്തുണ. കെ സുധാകരൻ തുടരട്ടെ എന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം. സുധാകരന്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ നേട്ടമുണ്ടായിട്ടുണ്ടെന്നും തരൂർ പറഞ്ഞു. KPCC പ്രസിഡന്റ് മാറ്റത്തിനെ കുറിച്ച് ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ഞങ്ങളുടെ ഈ കുറച്ച് കാലങ്ങളായിട്ട് വന്ന നല്ല വിജയങ്ങളിൽ അയാൾക്ക് വലിയൊരു മുൻകൈയുണ്ട്, ഒരു പങ്കാളിത്തമുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് ഒരു കാലത്തിൽ പാർട്ടി നന്നായി ചെയ്തു, ബൈ ഇലക്ഷൻ ജയിച്ചു എന്ന് പറയുന്നു, അതിനൊപ്പം KPCC പ്രസിഡന്റ് മാറ്റെന്ന് പറയുന്നു. അതിൽ അർത്ഥമില്ലാത്ത ഒരു ഇല്ലോജിക്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. മഹേഷ് ചന്ദ്രൻ, ഒരുപക്ഷെ തരൂർ പ്രതിസന്ധിയിലായ വിവാദത്തിൽ തലോടലായിരുന്നു സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ സുധാകരൻ പ്രതിസന്ധിയിലാകുമ്പോൾ തരൂർ പിന്തുണയ്ക്കുകയാണ്. എന്താണ് പുതിയ രാഷ്ട്രീയ സമവാക്യം കോൺഗ്രസിൽ രൂപപ്പെടുന്നത്? തരൂരിൻ്റെ പോഡ്കാസ്റ്റ് ബന്ധപ്പെട്ട വിവാദത്തിൽ അല്പമെങ്കിലും അനുകൂലമായ ഒരു പ്രതികരണം, അനുഭാവപൂർവമായ പ്രതികരണം ഉണ്ടായത് കെ സുധാകരൻ എന്നാണ്, KPCC പ്രസിഡന്റ് തന്നെയാണ്. നേരത്തെ അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റ് മാറേണ്ടതില്ല എന്ന നിലപാട് നേരത്തെ തരൂർ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് കുറച്ച് വ്യക്തമായിട്ട് ഇന്ന് മാധ്യമങ്ങളോട് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റം ആവശ്യമില്ല, കെ സുധാകരൻ തുടരട്ടെ എന്നാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള ഒരാളെ മാറ്റേണ്ടതുണ്ടോ എന്നാണ് തരൂർ ചോദിക്കുന്നത്. പാർട്ടിയിൽ ഐക്യം വേണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹമെന്നും തരൂർ വ്യക്തമാക്കി. അതിന് KPCC പ്രസിഡന്റ് മാറ്റേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം അടക്കമുള്ള കാര്യങ്ങൾ ഡൽഹിയിൽ അടുത്ത ദിവസം മറ്റന്നാൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കോൺഗ്രസിൽ ഐക്യമില്ലെന്ന കനകുലിൻ്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ കുറിച്ച് തനിക്കിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല എന്ന പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. KPCC പ്രസിഡന്റിനൊപ്പം എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അത് സുധാകരന് പിന്തുണ കൃത്യമായി നൽകിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. ആ പോഡ്കാസ്റ്റ് സംബന്ധിച്ച വിവാദത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. 15 ദിവസം കൊണ്ട് അഭിപ്രായം മാറ്റേണ്ട കാര്യമില്ല, എല്ലാവരും അത് മുഴുവൻ കേൾക്കണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും തരൂർ വ്യക്തമാക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെയാണ് താനെന്ന് തരൂർ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളോട് തനിക്കുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമായി കൂട്ടിവായിക്കേണ്ട ഒരു കാര്യമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്രൗഡ് പുള്ളറാണ് തരൂർ എന്ന് പറയുകയും ചെയ്തത്. എന്നാൽ UDFിലും കോൺഗ്രസിലും നേതാക്കൾക്കിടയിൽ തരൂരിന് അനുകൂലമായ രീതിയിലേക്കുള്ള പ്രതികരണങ്ങളോ പ്രസ്താവനകളോ പരസ്യം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്ന തിരക്കിലാണ് മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇക്കാര്യങ്ങളിൽ തരൂരിൻ്റെ നിലപാടുകൾ ഗുണം ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത് അത് കോൺഗ്രസിനും UDFിനും ക്ഷീണമുണ്ടാക്കും എന്ന് തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. ഗൗതം. ശരി, മഹേഷ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.